ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മലബാർ. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. നല്ല ടേസ്റ്റാണിത്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ പഴം. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത് നേന്ത്രപ്പഴമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റോ അങ്ങനെയൊന്നും ഇതിന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് കഴിച്ചോളും. അപ്പോൾ ഇതൊരു 2 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാതെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. പഴുത്ത പഴം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് മധുരമുള്ള പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മധുരം എടുക്കുക. ഇപ്പോൾ ഇത് നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും ഇതിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കിസ്മിസോ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 10-15 കാഷ്യൂസും പിന്നെ ബദാമും പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാഷ്യൂസ് ബദാമൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത ടേസ്റ്റ് നല്ല കൂടും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യണം. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാനിലേക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓംലേറ്റ് തയ്യാറാക്കണം. അപ്പോൾ ഒരു സൈഡ് കുക്കായാൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബനാനൻ്റെ ഫില്ലിങ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ 2 സൈഡും അവിടെ നിന്നും ഇവിടുന്നും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റോളായിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷവർമയൊക്കെ റോൾ ചെയ്യുന്ന പോലെ അങ്ങനെ റോൾ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടിയത് അതിനനുസരിച്ചിട്ട് തയ്യാറാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു വലിയ പഴത്തിലേക്ക് 2 ഓംലേറ്റ് തയ്യാറാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്ര ടൈമൊന്നും വേണ്ട. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനും ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്